ഏത് വിധേന ഇതിന്റെ സത്യം ഞാൻ കണ്ടെത്തും. മോളെ, അത് വേണം. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. ശേഖരൻ നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വന്തം മക്കളെ കൊണ്ട് അച്ഛനെ ഇത്രയധികം വെറുപ്പിച്ചതിൽ സുശീലയ്ക്ക് വലിയൊരു പങ്കുണ്ട്. സുശീലയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അവൾക്ക് ഈ ഭൂമിയിൽ അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ മക്കളെ പോലും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും നിന്നിരുന്ന ആളല്ലേ ഇന്ദ്രൻ. അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യോ? അതെ, ഇന്ദ്രേട്ടൻ വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിന്റെ പുറകെ പോവാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ ആ മനുഷ്യൻ തോൽക്കാൻ പാടില്ല. പുറമെ ചിരിച്ച് സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രേട്ടന്റെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുഞ്ഞമ്മേ, സമയം ഒരുപാടായി, ഞാൻ ചെല്ലട്ടെ. ഇനിയും താമസിച്ചാ അത് വലിയ പ്രശ്നമാവും. ശരി മോളെ, പോയിട്ട് വാ. ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ കുഞ്ഞമ്മയെ അറിയിക്കാം. ശരി മോളെ. അനു എന്തായിരിക്കും ഇവിടെ? പോഞ്ഞോട്ടെ. കുഞ്ഞമ്മേ, ഒന്ന് നിന്നേ. ചേട്ടാ, എത്രയായി? 100. കുഞ്ഞമ്മ എന്താ ഇവിടെ? മറക്കണ്ട, അനു പോകുന്നത് ഞാൻ കണ്ടു. കുഞ്ഞുമന്ന് വന്നേ, ചോദിക്കട്ടെ. അനുമോള് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. ശേഖരന്റെ കാര്യം സംസാരിക്കാൻ. നിങ്ങൾക്കൊക്കെ ഇതെന്താ പ്രശ്നം? അയാൾ ആരായോ നമുക്കെന്താ? ഇനി ആശുപത്രി കിടക്കുന്ന ആ മനുഷ്യൻ എന്റെ അച്ഛൻ തന്നെ ആയാലും എനിക്കൊന്നുമില്ല. അങ്ങനെയല്ല ഇന്ദ്ര, നിനക്ക് വേണ്ടി അനുമോള് കഷ്ടപ്പെടുന്നത്. എന്തിന്? ഇതിന്റെ ഒന്നും പിറകെ പോരെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നിനക്ക് ജന്മം നൽകിയ ആളാണ് ശേഖരൻ, നിന്റെ അച്ഛൻ. ജന്മം നൽകിയോണ്ട് മാത്രം അച്ഛനാവില്ലല്ലോ കുഞ്ഞമ്മേ. ഒരച്ഛന്റെ സംരക്ഷണവും സ്നേഹവും ആ മനുഷ്യൻ ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തിയോണ്ട് എന്താ പ്രയോജനം? മോനെ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ഒന്ന് ഓർക്കണം, ശേഖരനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു നിർത്തുന്നത് ഹർഷയോ സുശീലയോ ആണെങ്കിലോ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അതെന്തായാലും കണ്ടെത്തണ്ടേ? സുശീല നിന്നോടും അനുവിനോടും കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കും വേർതിരിവിനും ശേഖരനെ കണ്ടെത്തുന്നതൊരു പരിഹാരമായെങ്കിലും. അതുകൊണ്ട് നീ അനുവിനെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്യണം മോനെ. നിനക്ക് വേണ്ടിയാ അവളീ കിടന്ന് ഓടുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല കുഞ്ഞമ്മ, ചെല്ല്. ഞാൻ പറഞ്ഞതൊന്നും മോൻ മറക്കരുത്. ശരി മോനെ.